നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കരിമംഗല്യത്തിനെ കുറിച്ചാണ്. കരിമംഗല്യം, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ എന്നൊക്കെ ഒരുപാട് പേരിൽ വിളിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഒരു സൗന്ദര്യ പ്രശ്നമാണ്. ഒരുപാട് പേരെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടും കൂടിയാണ് ഇത്. അപ്പൊ ഇത് പൊതുവെ സ്ത്രീകളും പുരുഷന്മാരെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണുന്നത്. പഴയ കാലത്തൊക്കെ ഒരു 40 വയസ്സ് 45 വയസ്സിന് ശേഷം കണ്ടിരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സിന് ശേഷവും 25 വയസ്സിന് ശേഷവും ഒക്കെ നമുക്ക് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ നമുക്ക് ആദ്യം പറയാം. അപ്പൊ ഈ കാരണത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഹോർമോണൽ ചേഞ്ചസുകളാണ്. ഹോർമോണൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആർത്തവ സംബന്ധമായ ചില പ്രശ്നങ്ങളാണ്. അത് നമുക്ക് മെനപ്പോസ് സ്റ്റേജിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അതായത് നമുക്ക് പീരിയഡ്സ് നിൽക്കുന്ന സമയമാണ് മെനപ്പോസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ഇത്തരം ഹൈപ്പർ പിഗ്മെന്റേഷൻ ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആർത്തവ സംബന്ധമായ ചില തകരാറുകൾ, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഇഷ്യൂസിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തില് മുഖത്ത് പാടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മുഖത്ത് മാത്രമാണോ ഇത്തരം പാടുകൾ കാണപ്പെടുന്നത്? ഒരിക്കലും അല്ല. കണ്ണിന് ചുറ്റും, അതുപോലെ നെറ്റിയില്, കവിളില്, അതുപോലെ തന്നെ കഴുത്തില്, കൈകളില്, അതുപോലെ തന്നെ ചുണ്ടിന്റെ ഭാഗത്ത്, മേൽ ചുണ്ടില് അല്ലെങ്കിൽ കീഴ് ചുണ്ടില്, താടിയില്, ഇങ്ങനെ പല ഭാഗത്തും നമുക്ക് ഇത്തരം പിഗ്മെന്റേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ ഇതില് നമുക്ക് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ ആണ്. ഒരുപാട് വെയിൽ കൊള്ളുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ 3 ലെയർ ആയിട്ടാണ് ഉള്ളത്. അതായത് ആദ്യത്തത് എപ്പിഡെർമിസ്, അതിന്റെ ഉൾഭാഗം വന്നിട്ട് ഡെർമിസ്, പിന്നെ വന്നിട്ടാണ് സബ്ക്യൂട്ടേനിയസ് ലെയർ. അപ്പൊ ഈ 3 ലെയേഴ്സിൽ നമുക്ക് ഏറ്റവും എൻഡോഡെർമിസ്, പുറമേയുള്ള ആ ഒരു ഭാഗത്താണ് മെലാനിൻ എന്ന് പറയുന്നത്, മെലാനോസൈറ്റ്സ് സെല്ലുകളിൽ നിന്ന് മെലാനിൻ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൺ എക്സ്പോഷർ നല്ല രീതിയിൽ നമ്മുടെ പുറമേത്തെ സ്കിന്നിൽ അടിക്കുമ്പോൾ ആ ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുറമേ നമുക്ക് സൺ എക്സ്പോഷർ കൂടുമ്പോൾ, അതായത് കൂടുതൽ വെയിലടിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തില് പിഗ്മെന്റേഷൻ കൂടാനും കാരണമുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസുകൾ, ഇപ്പൊ നമുക്കറിയാം അത് വളരെ നോർമലാണ്. ഗർഭസമയത്ത് ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം മിക്ക സ്ത്രീകളിലും ഗർഭസമയത്ത് ചില പിഗ്മെന്റേഷൻ, പഴയതിനേക്കാളും ഒരു കരുവാളിപ്പ് വരിക, അല്ലെങ്കിൽ പഴയതിനേക്കാളും കറുക്കുക, ആ രീതിയിലൊക്കെ സ്കിന്ന് കാണിക്കാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് ഭാഗമായിട്ട് വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്ന രോഗികളിൽ ഇത്തരത്തില് കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഉപയോഗം, അതായത് ഒരു ദിവസം ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടല്ല, തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചാൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് സ്കിന്നുള്ള ആളുകളിൽ ഈ ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുന്നതായിട്ട് കാണാറുണ്ട്. ഓക്കെ. പിന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്, ജെനറ്റിക്സ്. അതായത് നമ്മൾ പൊതുവെ ഭയങ്കരമായിട്ട് ഫെയർ ഉള്ള ആളിലേക്കാളും ഒരു കുറച്ചൊരു ഇരുണ്ട നിറക്കാരില് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഫെയർ ആയിട്ടുള്ള ആൾക്കാരിലും ഇത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് എന്തൊക്കെ ടിപ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയാം. അപ്പൊ നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഒരു ടിപ്പാണ്. ഇത് നല്ല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാതിരിക്കാനായിട്ട് തടയാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ കുട ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ്. പിന്നെ 9 മണി തൊട്ട് 3 മണി വരെയുള്ള വെയില് നമ്മൾ ഒരുപാട് എക്സ്പോഷർ ആയിട്ട്, അല്ലെങ്കിൽ നല്ല ചുട്ട വെയിൽ ഒരിക്കലും കൊള്ളാതിരിക്കുക. ഉച്ച നേരത്തെ ചുട്ട വെയിൽ കൊള്ളാതിരിക്കുന്നതും ഒരു പരിധി വരെ നമുക്കിതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ പറഞ്ഞു തരാം. അപ്പൊ അതില് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ്, നമുക്ക് ചെമ്പരത്തി പൂവും അലോവേര ജെല്ല്, പിന്നെ വേണ്ടത് തേന്. അപ്പോൾ ചെമ്പരത്തി പൂ ഒരു 2 ചെമ്പരത്തി പൂ നമുക്ക് എടുക്കാം.
പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. അത് പ്യുവർ ആയിട്ടുള്ള കറ്റാർ വാഴയുടെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വീടുകളിൽ നമുക്ക് മുറിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ജെല്ല്. പിന്നെ വേണ്ടത് ചെറുതേനാണ്. ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ചെറുതേനും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് കസ്തൂരി മഞ്ഞളും പാൽപ്പാടയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും നല്ല രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പഴുത്ത പ്ലാവിലയും അതുപോലെ തന്നെ തേനും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിശ്രിതം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഏകദേശം 1 മണിക്കൂറിന് ശേഷം കഴുകി കളയുന്നതും നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ പേരയിലയുടെ മൊട്ട് ഇത് ചതച്ച് മുഖത്തിടുന്നതും പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പൊടിക്കൈകൾ. പക്ഷേ പൊടിക്കൈകൾ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഇത്തരം ഹോർമോണൽ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ കരിമംഗല്യമോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സൺ എക്സ്പോഷർ നമുക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കരിമംഗല്യമോ ഒന്നും മാറില്ല. നല്ല രീതിയിൽ ടാൻ അടിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ഉള്ളിലെ ബുദ്ധിമുട്ട് കൊണ്ടുള്ളത്, മരുന്നുകളുടെ ഉപയോഗം കൊണ്ടുള്ള സൈഡ് ഇഫക്ട്സ്, ഹോർമോണൽ ഇഷ്യൂസ്, PCOD, തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങളാൽ ഉണ്ടാകുന്നത് ഇതൊന്നും മാറില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ആയുർവേദ ചികിത്സ എടുക്കുക. ഏകദേശം 1 മാസക്കാലം 1 to 2 മാസക്കാലം നമ്മൾ കൃത്യമായിട്ടുള്ള ഔഷധം എടുത്ത് പഥ്യത്തോടു കൂടി സേവിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നസ്യപ്രയോഗങ്ങളൊക്കെ നമ്മൾ ആയുർവേദത്തിൽ ചെയ്യാറുണ്ട്. ഇത് പലതരം തൈലങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രയോഗമാണ് നസ്യം ഒരുപാട് നമുക്ക് ഗുണം ചെയ്യാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ. ഓക്കെ. പിന്നെ അതുകൂടാതെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ചില ഔഷധ പ്രയോഗങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചും നിർദ്ദേശിക്കാറുണ്ട്. അത് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.